ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, നമ്മൾ പോകുന്നത് ബീച്ചിലേക്കാണ്. ഭയങ്കര കളർഫുള്ളാണ് ഇവിടുത്തെ ബീച്ച്. അപ്പോൾ ഒന്ന് കണ്ടാലോ. അപ്പോൾ ജാനിക്കുട്ടിയാണെങ്കിൽ എപ്പോഴും പറയും കേട്ടോ, ബീച്ചിൽ പോകണം, വെള്ളത്തിൽ കളിക്കണം എന്നൊക്കെ. കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ബീച്ച് എന്ന് പറയുന്നത് ഒരു വികാരമാണ്. കുഞ്ഞുമക്കൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും അങ്ങനെ തന്നെയാണ്. ഒട്ടുമിക്ക ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ബീച്ച്. എൻ്റെയും ഫേവറേറ്റ് ആണ് കേട്ടോ ബീച്ച് എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീച്ചിൽ പോകാനും വെള്ളത്തിൽ കളിക്കാനും അവിടെ ഇരിക്കാനും കടലമ്മ ചീത്തയാണ് എന്നൊക്കെ എഴുതാനും. നിങ്ങളും അതുപോലെ എഴുതിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഞാനും എപ്പോഴും എഴുതാറുണ്ട്, പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ ജാനക്കുട്ടി ഒരുപാട് നാളായിട്ട് പറയുന്ന കാര്യം നടക്കാൻ വേണ്ടി പോവാണ്. അവൾ സ്റ്റാർട്ടിങ്ങിൽ, അതായത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ ബീച്ചിലേക്ക് പോകണം എന്നുള്ളത്. അനിയനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു അവൻ വന്നിട്ട് ഒരുമിച്ച് പോകാന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്ത് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജാനക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവളുടെ ഫേവറേറ്റ് സ്ഥലത്തിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വീണ്ടും അവൾ പറയുന്നുണ്ട് പാർക്കിൽ കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വെള്ളത്തിൽ കളിക്കുന്നതിൻ്റെ ഇടയിൽ അവൾ പാർക്കിൻ്റെ കാര്യം മറന്നു പോയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റാണ് ഗൈസ്. അതാണ് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം കാറ്റ് കാരണം നമ്മൾ സംസാരിക്കുന്നത് ഒന്നും തന്നെ കേൾക്കാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാമെന്ന്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്താണ് കേട്ടോ നമ്മൾ ബീച്ചിലായിട്ട് വന്നത്. പക്ഷെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇത്തവണയും അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് വന്നത്. ഒരാൾ പോലും ഉണ്ടാവില്ല, നമ്മൾ മാത്രമാവുമെന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, ഒരുപാട് പേരുണ്ട്, നല്ല തിരക്കുണ്ട്. ഞങ്ങൾക്ക് തോന്നി കറക്റ്റ് സമയത്താണ് ഞങ്ങൾ വന്ന് പെട്ടെന്നുള്ളത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, സൂര്യാസ്തമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ വെള്ളത്തിലോട്ട് ഇറങ്ങരുത് എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പോയി കാണാനാണ് സാധ്യത. ഞങ്ങൾ എത്തിയത് ലേറ്റായെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ജാനക്കുട്ടിയോട് പോവട്ടെ, നമുക്ക് പോവാം, തിരിച്ചു പോകാമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് വേണ്ട, പോവണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവൾ അവിടെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുകയാണ് ഗൈസ്. അപ്പം ഞങ്ങളവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ ആളുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതിനെ കുത്തിയിട്ടൊക്കെ ഞങ്ങൾ പറയുകയാണ്. അപ്പോൾ രാഹുലാണെങ്കിൽ അപ്പുറത്തെ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. അവൻ ഭയങ്കര ഫോട്ടോഗ്രാഫിയാണ് ഗൈസ്, നന്നായി ഫോട്ടോ എടുക്കും. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കിയതാണ്. അതിനിടയിൽ ഞങ്ങൾ കുറച്ച് താങ്ങുന്നുമുണ്ട്. അപ്പോൾ ജാനക്കുട്ടി ഭയങ്കര കളിയിലാണ് കേട്ടോ. അവൾ എത്രത്തോളം ഹാപ്പിയാണ് എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ അറിയാം. ഭയങ്കര ഹാപ്പിയാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, വെള്ളത്തിൽ കളിക്കാനും. പൊതുവെ എല്ലാ മക്കൾക്കും വെള്ളത്തിൽ കളിക്കാൻ സ്വതവേ ഇഷ്ടമാണ്.
അതവിടെ വെള്ളത്തിലെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മളുടെ കാലൊക്കെ ഒന്ന് ഉണങ്ങട്ടെ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ വിചാരിച്ചു നമുക്ക് അങ്ങോട്ടൊന്ന് ഫ്രണ്ടിലോട്ടൊന്ന് നടക്കാം, എന്നിട്ട് വാഷ്റൂമിൽ പോയി ഒന്ന് കൈയും കാലൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് ജസ്റ്റ് പോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഞങ്ങൾ കടൽ കണ്ടു. അവിടെ എന്താ പരിപാടി? എന്നിട്ട് ഊഞ്ഞാലായിട്ട് എപ്പോ വരും? 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് പോണ്ടേ? ഞാനും വരുമോ അച്ഛൻ്റെ കൂടെ? വരില്ലേ? ആ വരണം. ഊഞ്ഞാലായിട്ട് അടുത്ത പ്ലാൻ എന്താ? അപ്പോൾ ഉള്ള വർത്താനൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. അവിടെ തന്നെ കുടിവെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി കുറച്ച് വെള്ളമൊക്കെ എടുത്തു. വരുമ്പോൾ ഞങ്ങൾ കൊടുന്നിട്ടുണ്ടായിരുന്നു വെള്ളം. പിന്നെ കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കറിയാം എപ്പോഴും വെള്ളവും ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം. കാരണം പുറത്ത് പോയാൽ അവർക്കപ്പം വെള്ളം വേണം. അപ്പോൾ എപ്പോഴും വെള്ളം കരുതാറുണ്ട്. ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഓർണിക്സ് ബീച്ച്. ബീച്ചിൽ നിന്ന് നമ്മൾ വിടവാങ്ങുകയാണ് ഗൈസ്. ഇവിടുത്തെ നൈറ്റ് വൈബ് പൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല രസമാണ് കേട്ടോ കാണാൻ. ഈ വൈകുന്നേര സമയങ്ങളിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ചിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാനൊരു രസം. സൂപ്പറാണ് കേട്ടോ. അപ്പം ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ കോർണിഷ് ബീച്ചിൽ തന്നെ ഉള്ള ഫുഡ് റിഫ്ലക്സോളജി പാത്വേയിലാണ് കേട്ടോ. ഇത് നമ്മൾ ഇതിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവാനും പിന്നെ നമ്മുടെ കാലിനൊക്കെ ഭയങ്കര ഒരു മസാജ് നൽകുന്ന ഒരു സംഭവമാണ്. പക്ഷെ കുറച്ച് പെയിൻഫുള്ളാണ്. ഒട്ടും ഈ കല്ലിലൊക്കെ നടക്കാത്തവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജാനക്കുട്ടി ജസ്റ്റ് ഒന്ന് നടന്നപ്പോഴേക്കും അവൾക്ക് ഭയങ്കരമായിട്ട് പെയിൻ വന്നു. അപ്പോൾ അവളെ അരിയത്ത് കൂടെ ഞാൻ പിടിച്ച് നടത്തിപ്പിച്ചു കിട്ടാം. അതിൻ്റെ മേലേക്ക് ആക്കാണ്ട് ഏട്ടനൊക്കെ ഭയങ്കര പെയിനായിരുന്നു കേട്ടോ. നടക്കുമ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടു നടക്കാനായിട്ട്. എനിക്ക് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങളായതുകൊണ്ട് സുഖമായി എനിക്ക് അത്ര വലിയ പെയിനൊന്നും തോന്നിയില്ല. പിന്നെ ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഒരു മണൽ പ്രദേശമാണ്. അപ്പോൾ ഏട്ടനൊന്നും അങ്ങനെ നടന്ന് ശീലമില്ല ഗേൾസ്. അപ്പോൾ ഏട്ടന് ഭയങ്കര പെയിനാണ്. എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല, പക്ഷെ നല്ലതാണ്. ഇതെല്ലാം ആദ്യത്തെ മാത്രം വേനുള്ളൂ. സംഭവം ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ചേച്ചി ഭയങ്കര പുഷ്പം പോലെ നടന്ന്. ഇതാണ് ക്യാറ്റ് നേടിയെടുത്ത്. പക്ഷെ ചേച്ചി പുഷ്പം പോലെയാണ് ചെയ്തത്. അപ്പം നമുക്ക് റൂമിൽ പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.